അബദ്ധജടിലമായ പ്രചാരണങ്ങളിലൂടെ ഒരു തലമുറയാകെ പഴയകാലത്തേക്ക് കൊണ്ടുപോകാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള വായനോത്സവം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മനുസ്മൃതി പോലുള്ള അനീതികൾ കെട്ടിനിൽക്കുന്നവ അടിച്ചേൽപ്പിച്ച കാലമാണ് തിളക്കം മാറുന്നതെന്ന തരത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ വിദ്യാഭ്യാസ നയമാണ് അവർ അവതരിപ്പിക്കുന്നത്. എന്നാൽ അറിവ് ചോദിച്ചു വന്നവന്റെ വിരൽ ഛേദിച്ചു വാങ്ങിയ കാലമാണതെന്ന് മറന്നുപോകരുത്. മാനവികതയുടെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരാൻ വായനയോളം മികച്ച മറ്റൊന്നില്ല. അതിനാൽ ഓരോ വായനശാലയും ശനിയോ ഞായറോ 2 ദിവസങ്ങൾ മുഴുവനായോ കുട്ടികൾക്കു വേണ്ടി മാറ്റിവെക്കണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മിടുക്കനായ ചെറുപ്പക്കാരന്റെ പെരുവിരൽ ഛേദിച്ചു വാങ്ങിയ ഒരു കാലമായിരുന്നു അത് എന്ന് മറന്നു പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ആ നിലയിൽ അക്ഷരത്തിൻ്റെയും വിദ്യയുടെയും ഒക്കെ അവകാശം വീണ്ടും കുത്തകവൽക്കരിക്കുന്ന പരിശ്രമങ്ങളാണ് നമുക്ക് കേന്ദ്രീകൃതമായ നിലയിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. അബദ്ധജടിലമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ ഒരു ജനതയെ ആകെ തിരിച്ചു നടത്താനുള്ള പരിശ്രമങ്ങൾ വളരെ തീവ്രമായി സംഘടിപ്പിക്കപ്പെടുന്ന കാലത്ത് പരസ്പര സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും ഉജ്ജ്വലമായ സന്ദേശങ്ങൾ വിനിമയം ചെയ്യുന്നതിനുള്ള വേദികളായി കൂടി നമ്മുടെ വായനശാലകളെയും ഗ്രന്ഥശാലകളെയും കൃത്യമായി ഉപയോഗിക്കേണ്ടതുണ്ട്. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സി.വി. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.കെ. രത്നകുമാരി, അഡ്വക്കേറ്റ് സി. ഷുക്കൂർ എന്നിവർ മുഖ്യാതിഥികളായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ, ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകുമാർ, പി.കെ. ശ്യാമള, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ ടി.കെ. ജി. നായർ, അജിത് കൊളാടി, വി.കെ. ജയപ്രകാശ്, എ.ടി. ഷൺമുഖൻ, പ്രമോദ് ദാസ്, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.